3 2 ദിവസത്തെയും കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തേത്. നമ്മളിപ്പം അടുത്ത ദിവസമാണ്, രാവിലെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത് ബ്രെഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു, സീരിയൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ അയ്യോ ഏട്ടാ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ബീച്ചിലേക്ക് ഡയറക്റ്റ് പോകണം. ഇവിടെ പോയിട്ട് റൈഡ്സും അതുപോലെ ഫൺലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. റൈഡും ഗെയിംസും മാർക്കറ്റ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അവിടെ കുറേ എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാനിലുള്ളത്. അപ്പോൾ പിന്നെ ആ വിശേഷങ്ങളൊക്കെ കാണാം. ഇത് നമ്മൾ വീടിൻ്റെ ബാക്ക്. ഇവിടെ കുറേ ഇങ്ങനെ വീടുകൾ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എയർബിഎൻബി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, നല്ല ഏരിയ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം റോബർട്ട് ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ തന്നെ ഫൺലാൻഡ് എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവിടെ പോയിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് അവിടുത്തെ റൈഡ്സിലും കാര്യങ്ങളിലൊക്കെ കയറ്റിയതിന് ശേഷം പിന്നെ ബീച്ചിലോട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഇപ്പം പ്ലാനിലിട്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശരിക്കും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയാ, ഫൺലാൻഡ് പോവാണ് അല്ല എനിക്ക് കൂട്ടാ. ജാനുട്ടിനെയൊക്കെ സ്ട്രോളറിൽ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ ജാനുട്ടി കുറച്ച് വാശിയൊക്കെ കാണിക്കുന്നു. നമ്മളിപ്പോൾ അതേ ഫൺലാൻഡിലെത്തി. ഇനി ഇവിടെ കുറച്ച് കളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഇവിടെ രാവിലെ ആർക്കേഡ് ഗെയിംസും ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മളുടെ മറ്റേ റൈഡ്സൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾക്ക് ഇവരെ കൊണ്ട് ഇതുപോലത്തെ ആർക്കേഡ് ഗെയിംസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ആവശ്യമുള്ളത് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് കാർ ഓടിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ അവർ തരുമായിരുന്നു. പിന്നെ ഞാൻ അധികമൊന്നും ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇവർ എൻജോയ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിലും കൂടിയിട്ട് വിക്കി കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും കയറിക്കോ, പക്ഷേ ഇതിൽ മാത്രം കയറരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ വിക്കിക്ക് കൂട്ടുണ്ടായിരുന്നു നൈറ. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങ് കയറിയതാണ്. നമ്മളിപ്പോൾ അതേ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ബോർഡ് വാക്ക് ഏരിയ ആണ്. ഇപ്പോൾ വിശക്കുണ്ട്. അപ്പോൾ ഇവർ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഈ പിസ്സയാണ് കുറച്ച് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത്. സോ അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫൺലാൻഡിൻ്റെ കുറച്ച് ടിക്കറ്റും കൂടെ ബാക്കിയുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് കളിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വീണ്ടും ഫൺലാൻഡിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ബീച്ചിൽ വന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. ഈ ബീച്ച് ഇപ്പോൾ കാണുമ്പോൾ ആരും ഇല്ലാതെ ഒഴിഞ്ഞ് കാമായിട്ടുള്ള ബീച്ചാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇത്രയും ആരും ഇല്ലാത്ത ഭാഗത്ത് മാത്രം ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് എടുത്താണ്. ബാക്കി ചുറ്റും ആളുകളാണ്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഇത്. പക്ഷേ ഫാമിലിക്ക് വരാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ്. ഇപ്പം ഡെലവെയർ ഓഷൻ വ്യൂ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 30 മിനിറ്റോളം ദൂരമുണ്ട് ഈ ഒരു ബീച്ചിലോട്ട്. വേണ്ട, ബീച്ചിലെത്തി, എല്ലാവരും വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അതെ നല്ല രസമുണ്ട് കാണാൻ. ജാനുട്ടി ഉറങ്ങിയിരിക്കുകയാണ്. കുട്ടികൾക്കൊന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ബീച്ചിൽ കളിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ അവർ മതിവരോളം ഒന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് പിന്നെ എത്ര കളിച്ചാലും എന്തായാലും മതിയാവില്ല, കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങനെ വന്ന് സെറ്റായി. ഇതുപോലെ ബീച്ച് ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പം റെസ്റ്റിംഗ് മോഡിലാണ്.
അപ്പോൾ അങ്ങനെ ഇരുന്ന് തിരമാലകളും കണ്ട് പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്റ്റേ ചെയ്യണ Airbnb ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് ഡിന്നറിന് പ്ലാൻ ചെയ്യണത് കുറുമയും അതുപോലെ ചപ്പാത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ്, അതുപോലെ ഫ്രോസൺ പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ കുറുമ കുക്കറിൽ ഉണ്ടാക്കി, അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫ്രോസൺ വെജിറ്റബിൾസും പിന്നെ പൊട്ടാറ്റോസ് മാത്രം നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്തു. പിന്നെ അതേ പൊറോട്ടയും കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ജസ്റ്റ് അവനിൽ തന്നെ ഇങ്ങനെ ചൂടാക്കി എടുത്തു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഡിന്നറും കഴിച്ച് പിന്നെ അടുത്ത ഡേ എല്ലാം പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഇതിപ്പം അടുത്ത ദിവസം ചെക്കൗട്ടിൻ്റെ ഡേ ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നത് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇതിനകത്ത് കയറ്റി. ഡിഷ് വാഷർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് മാത്രമായിട്ട് ഇങ്ങനെ കഴുകാൻ നിൽക്കണ്ടെന്ന് കരുതി അത് ഓൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതായിക്കോളും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണെന്തായാലും അല്ലേ. കഴിഞ്ഞു, എല്ലാ സംഭവങ്ങളും റെഡിയാക്കി. ഇനിയിപ്പം ഒരു പാർക്കിലും കൂടെ പോവാണ്, ഇവിടുത്തെ സ്റ്റേറ്റ് പാർക്കിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരിട്ട് വീട്ടിലോട്ട്. നമ്മളിപ്പോ ഇവിടുത്തെ ഏത് പാർക്കായിരുന്നു, സ്റ്റേറ്റ് പാർക്കിൽ അപ്പോൾ ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ ഡ്രൈവ് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ വീടുകൾ കണ്ടോ, അവിടെയൊക്കെ നിറയെ വീടുകളുണ്ട്. ഇത് ഇവിടെയൊക്കെ കണ്ടോ, വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ. ഇതൊക്കെ വീട് കെട്ടിയിട്ടിരിക്കുക. സിഗ്നൽ ഇത് കണ്ടോ, ഫുൾ ഇതാണ്, മരമാണ്. നമ്മളിപ്പോൾ ഇവിടെ കേപ്പ് ഹാൻലപ്പൻ സ്റ്റേറ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് പാർക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചെറുതായിട്ട് ഇവരിങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇത് കൈകൊണ്ട് തന്നെ തൊട്ട് കളിക്കുകയൊക്കെ ചെയ്യാം. കളിക്കാന്ന് പറഞ്ഞാൽ ഇവർക്കത് ആ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ. സ്നേക്ക് ഉണ്ടെന്ന് ഇവിടെ. ഇത് നോക്ക്, ജാനുട്ടിക്ക് കാണിച്ചു കൊടുക്ക്. ആമ ഓ, പാമ്പ് ദേ ഇവിടെ ഉണ്ട്. ദൈവമേ, പാമ്പ് ക്യാമറ കാണുമ്പോൾ കണ്ടോ? പാമ്പ്. ഇതെന്താ സാധനം? കുഞ്ഞാമയോ? ആമ എന്തോ കഴിക്കാണ്. ഫിഷ് കണ്ടോ? ആണോ? പേടിച്ചോ എന്നിട്ട് ഫിഷ്? ഇവിടെ പിന്നെ കുറച്ച് അക്വേറിയം പോലെ ഇങ്ങനെ ഒരുപാട് ഫിഷസും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ നോക്കായിരുന്നു. വലുതായിട്ടൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് വന്നപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. കുട്ടികൾക്ക് പിന്നെ ഇത് എൻജോയ് ചെയ്യാൻ നല്ല രസമാണല്ലോ. അതുപോലെ ഇതൊക്കെ നമുക്ക് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ട്രെയിൽ എടുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് പേര് സൈക്ലിങ്ങിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. കാടാണോ? കാട് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ബീച്ച് മണൽ. അപ്പം നമ്മളിത് ഇവിടെ വന്നിട്ട് നിറയെ ബേർഡ്സ് ഉണ്ട്. ബേർഡ്സിൻ്റെ കളകളാരവം കേൾക്കാം നമുക്ക്. ഇവിടെ ഇരുന്നതാ ബേർഡ്സ്, കാണാനില്ല ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ സീസൈഡ് ട്രെയിലിൻ്റെ ആരോ മാർക്ക് വെച്ചിട്ടുണ്ടാവും. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ട്രെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ കഴിഞ്ഞു. ഇതിപ്പോൾ സെക്കൻഡ് ട്രെയിലാണ്, സീസൈഡ് ട്രെയിലിൻ്റെ. അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കാട്ടിൽ കൂടെ പോകുന്ന പോലെ. പക്ഷേ കാടായിട്ട് അത്ര തിക്കായിട്ടുള്ള കാടൊന്നും ആയിട്ട് കാണുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ മരങ്ങളൊക്കെ, പൈൻ മരങ്ങളാട്ടോ ഇത് മുഴുവൻ. പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ മണ്ണ് ഇതൊക്കെ കണ്ടോ, ശരിക്കും നാട്ടിലെ പോലെ തന്നെ ഉണ്ട്. നാട്ടിലൊരു പറമ്പിൽ കയറുമ്പോൾ ഇങ്ങനെ അതുപോലെ ഉണ്ട്. നോക്കിക്കേ, ഹാർട്ട് പോലുള്ളൊരു ഇല, ഹൃദയം. ഇതിൽ മുള്ളുള്ളതാണ്. ചെറിയ അത്ര ഹൃദയം ഇല്ല.
ഹൃദയം പോലെ തോന്നി ദൂരത്തിന്ന്, പക്ഷെ ഇല്ല. ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ സൈഡിലൊരു ബങ്കറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നടന്നിട്ടും എൻഡ് പാർട്ട് എത്തണില്ല. ഇത് എത്ര നീളമുള്ള ട്രെയിലാണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരുപാട് ചെടികൾ കണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരു മൾബറി ചെടി കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്നു. ഇത് അധികം പഴുത്തിട്ടില്ല, എന്നാലും കഴിക്കാം. വെക്കിക്ക് വേണം, നല്ല ഫ്രഷാണ്. പുളിപ്പാ വേണോ? വേണ്ട. പഴുത്തതൊക്കെ ഇവിടുന്ന് പറിച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? അല്ലേ? മേളിലുണ്ട് കേട്ടോ, നിറയുണ്ട്. പക്ഷെ മേളിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കമ്പ് താത്തേട്ടാ, ഇത് പിടിക്കും. അതിൻ്റെ ഞെട്ടി കഴിക്കണ്ട. ഇത് ഗ്രീൻ, അത് ഗ്രീൻ കഴിക്കണ്ട. മോരെന്ന് പറഞ്ഞാൽ അതെന്താ സൗണ്ട്? കുറേ നാൾക്ക് ശേഷം മൾബറി കഴിച്ചു. നമ്മൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ പഴയ വീട്ടിൽ നിറയെ മൾബറി ഉണ്ടായിരുന്നു, എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങോട്ട് അതിൽ നിന്ന് മാറിയതിന് ശേഷം നമ്മൾ മൾബറി കഴിച്ചിട്ടില്ല. മൾബറി അങ്ങനെ ഇവിടെ കടയിലുണ്ടാവില്ല, പക്ഷേ ബ്ലൂബെറി ഒക്കെ ഉണ്ടാവും. അല്ല, ബ്ലൂബെറി അല്ല, എന്താ ബ്ലാക്ക്ബെറി, മൾബറി പോലെ തന്നെ അല്ലേ ഇരിക്കുന്നത്, അതുണ്ടാവും. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടമല്ല. മൾബറിയാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ കുറേ നടന്നതേ അവസാനം ഈ ഒരു ട്രെയിലിൻ്റെ എൻഡ് പാർട്ട് എത്തി. അപ്പോഴത്തേക്കാണ് അപ്പുറത്ത് നല്ല ബീച്ചാണ്. ഈ ബീച്ചിലോട്ടുള്ള ട്രെയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്ര നേരം നടന്നുകൊണ്ടിരുന്നത്. ബീച്ചാണിത് വിക്കിയെ. ലൈറ്റ് ഹൗസ് ഇവിടെ നിന്ന് കാണാം അല്ലേ? ഓ, ഇത് കാമായിട്ടുള്ള ബീച്ച് കാണും അല്ലേ? ഓ, ഇത് നോക്കിയ ബീച്ചിൻ്റെ ഇടയിൽ പകുതി എന്താല്ലേ നീല, നല്ല സ്കൈ നല്ല ബ്ലൂ ആ, അതുകൊണ്ടാ കടലും അതേപോലെ. ഇതെന്താണത്? ജീവനുണ്ടോ വിക്കി? ഇതെന്താ സാധനം പറ? ഇതെന്തത്? ഇതിന്റെ പേര് മറന്നുപോയി. ഇത് ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടൊക്കെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മളൊന്നും പോകുന്നില്ല. ഈ ഒരു സീൻ്റെ പ്രത്യേകത കണ്ടോ? കുറേ ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ കടൽ വെള്ളം നിൽക്കുക, ഇടയിൽ കര വെള്ളം. ഓ, ഇവിടെ കര വെള്ളം കളിക്കാൻ നല്ല രസമായിരിക്കും. കുറച്ച് കര, കുറച്ച് വെള്ളം. ഞങ്ങൾ ഇന്നത്തെ ഇതിൽ പ്ലാനിൽ സീ ഒന്നും കടലിലോട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ട്രെയിലെടുത്ത് വന്നപ്പോഴത്തേക്കും സീൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഫോട്ടോസൊക്കെ എടുത്ത് പോവാന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട് കേട്ടോ. പേടിക്കണ്ട, കാടുള്ള പോകുന്നു. മണലാണ്, ഉള്ളിൽ വരില്ലേ? ഇല്ല. ധൈര്യമാ പോ. കണ്ടാ മമ്മ മെല്ലെ നടക്കണം, മെല്ലെ നടക്കണല്ലേ? ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ ഡിഫറെൻറ്റ് ബീച്ച് എന്തായാലും അല്ലേ? ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ട്. അപ്പോൾ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി ഭക്ഷണമൊക്കെ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിലോട്ട് ഇനി ഒരു 4 മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് അങ്ങനെ പിരിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല,
കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു 3 ദിവസം 2 നൈറ്റുള്ള ആ ഒരു ട്രിപ്പ് തീരാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നല്ലൊരു രസമുള്ള ഒരു ട്രിപ്പായിരുന്നു. എന്തായാലും നിങ്ങൾക്കും ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടെ വരെ കണ്ടതിൽ. ബൈ.